ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കീഫ ഹാലക്കും? അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അസാക്കും തൊയ്യബീൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ പറയണേ, അസാക്കും തൊയ്യബീൻ അല്ലേ? അപ്പൊ അതിന്റെ മീനിങ് പേടിക്കേണ്ട, നിങ്ങളെ ഞാൻ ചീത്ത വിളിച്ചതൊന്നും അല്ല, നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അസാക്കും തൊയ്യബീൻ. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്കറിയാം 7th സ്റ്റാൻഡേർഡിലെ അറബിക്ക്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എക്സാമിന് 100% ഷുവർ ആയിട്ട് വരുന്ന ഒരു ഗ്രാമർ പോർഷൻ ആണ് നമ്മൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളുടെ ഒറിജിനൽ ലൈവ് വീഡിയോ വെനസ്ഡേ 28th 7th PM നമ്മൾ ലൈവ് വരുന്നുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും സൈലത്തിന്റെ എന്താ പറയാ, വെനസ്ഡേ 7th PM നിങ്ങൾ സൈലത്തിന്റെ ലൈവ് വീഡിയോ നിങ്ങൾ കാണണം. സൈലം നിങ്ങൾക്ക് ഒരുപാട് ലൈവ് ക്ലാസ്സസ് തരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ അറബിക്കും. നിങ്ങൾക്ക് 7ാം ക്ലാസ്സിലെ അറബിക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്നുള്ളത്, നമുക്ക് ആ ഒരു എക്സാമിനേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് അതിലെ കണ്ടന്റിലൂടെയും അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെയും അതേപോലെ ഗ്രാമർ ഡിസ്കഷനിലൂടെയും ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സോ ആ ലൈവ് വീഡിയോ നിങ്ങൾ എല്ലാവരും കാണാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ആ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. സോ ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് ഡെഫിനറ്റ്ലി 7th എക്സാമിന് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ പോർഷൻ ആണ്. യെസ്, നമുക്ക് ടൈം ഇല്ല, നമുക്ക് വേഗം തന്നെ ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. യെസ്, എന്താണ് നമ്മളിവിടെ സ്ക്രീനിൽ കാണുന്നത്? കാന വഅഖ്വാത്ത് അല്ലെ? കാന വഅഖ്വാത്ത്, കാനയും കാനയുടെ സഹോദരന്മാരും. നമുക്കൊക്കെ നമ്മുടെ വീട്ടില് കുറെ സഹോദരന്മാരുണ്ട്, അതേപോലെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആയിട്ട് ഒരുപാട് സഹോദരന്മാരുണ്ട് അല്ലെ? അപ്പോ നമുക്കറിയാം നമ്മളെ വീട്ടിലുള്ള സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അല്ലെ, നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ടായിട്ടുള്ള, നമ്മുടെ രക്തത്തിൽ പിറന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ആ ഒരു രക്തബന്ധുക്കളായിട്ടുള്ള സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എപ്പോഴും ചിലപ്പോഴൊക്കെ എന്താ പറയാ, ലുക്ക് വൈസ് ഒരേപോലെ ആയിരിക്കും. ഒരേപോലെ മീൻസ് ഒരു സിമിലാരിറ്റീസ് ഉണ്ടാവും, അതല്ലെങ്കിൽ ബിഹേവിയറിൽ ഒരേപോലെയൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ ഒരുപാട് സിമിലാരിറ്റീസ് നമ്മുടെ കൊളീഗ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആയിട്ട് നമുക്ക് ഉണ്ടാവും അല്ലെ? അപ്പൊ അതേപോലെയാണ് നമ്മുടെ കാനയും കാനയുടെ സഹോദരന്മാർക്കും അല്ലെ, അവന്റെ സിസ്റ്റേഴ്സിനും ഉള്ളത് ഒരേപോലെയുള്ള നിയമമാണ്. അവർക്കെല്ലാവർക്കും അവരൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും ഒരേപോലെയുള്ള നിയമമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് അതിന്റെ ആൻസർ ചെയ്യണം. അതെന്താന്നുള്ളത് ഞാൻ ഇപ്പൊ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ, അപ്പൊ നോക്കിയേ, കാന വഅഖ്വാത്ത് അല്ലെ, കാനയുടെ സഹോദരന്മാരാണ്. വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ആണ്. കാന ബാച്ച അൽഹ ഹംസ വല്ല അല്ലെ? നമുക്ക് പഠിക്കാൻ കുറച്ച് ഏരിയകൾ മാത്രമേ ഉള്ളൂ. ആ കുറച്ച് വാക്ക്, എനിക്ക് തോന്നുന്നു 3-4 വാക്കുകൾ മാത്രമേ കാനയുടെ സഹോദരന്മാരായിട്ട് നമ്മൾക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ എങ്കിൽ കൂടിയും മാമിന്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്ക്രീനിൽ കാണുന്നതൊക്കെ കാനയുടെ സഹോദരന്മാരാണ്. ഏതൊക്കെയാണ്? അസ്ബഹ അൽഹ ലല്ല അംസ ബാത്ത സ്വാറ ലൈസ മാദാമ മാബരിഹ മംസഖബ അതേപോലെ മഫറ്റിയ. ഇതൊക്കെ എന്താണ്? മസാല. ഇതൊക്കെ എന്താണ്? ഒക്കെ കാനയുടെ സഹോദരന്മാരാണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ആകെ എത്ര മാത്രമേ ഉള്ളൂ? വളരെ സിമ്പിൾ ആണിത്. സ്വാറ അസ്ബഹ കാന, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ് കാനയുടെ ഒരു സ്വഭാവം, കാനയുടെയും കാനയുടെ സഹോദരന്മാരുടെയും ഒരു സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് മാം പെട്ടെന്നൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ ഈസിയാണ്. എക്സാമിന് ഡെഫിനറ്റ്ലി ചോദിക്കും. കാന സ്വാറ അസ്ബഹ അൽഹ ലല്ല ബാത്ത. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ 8th പോകുമ്പോഴേക്കും അത് നിർബന്ധമായിട്ടും ഉണ്ടാവും. സോ ഇപ്പൊ തന്നെ നിങ്ങൾ അത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കാനയുടെ റൂൾസുകൾ എന്തൊക്കെയാണ്, കാന വന്നാൽ എന്തൊക്കെയാണ് ചെയ്യുക, കാന വന്നാൽ എങ്ങനെയാണ് കാനയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ വരിക എന്നുള്ളതാണ് മാം ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരും. യെസ്, ഇവിടെ നോക്കിയേ, കാന വഅഖ്വാത്ത്, കാന അല്ലാഹു ഗഫൂറൻ റഹീമ. ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഖുറാനിലുള്ള ഒരു വചനം എടുത്ത് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കിയേ, കാന എന്ന് പറഞ്ഞ ആ ഒരു പദത്തിന് ശേഷം ഇവിടെ അല്ലാഹു കണ്ടോ, ലാസ്റ്റ് എന്താണ്? കാനല്ലാഹു എന്നാണ് വന്നത്. അല്ലാഹു എന്നുള്ള ആ ഒരു പദത്തിന് ലൊമ്മാണ് വന്നിട്ടുള്ളത്. ഗഫൂറൻ എന്നുള്ള പദത്തിന് തെൻവീൻ ഫത്ഹയാണ് അല്ലെ? കാനല്ലാഹു ഗഫൂറൻ. അപ്പൊ ആദ്യത്തതിന് ലൊമ്മും പിന്നത്തതിന് എന്താണ്? യെസ്, തെൻവീൻ ഫത്ഹു ആണ് നമ്മൾ കാനയുടെ ശേഷം വരുന്ന പദങ്ങൾക്ക് നമ്മൾ കൊടുക്കുക.
ഓക്കെ, വളരെ സിമ്പിൾ ആണ്, വളരെ ഈസിയാണ്. ശ്രദ്ധിച്ച് നന്നായിട്ട് ഉത്തരം എഴുതിക്കോളൂ കേട്ടോ. യെസ്, ഇനി നോക്കിയേ, കാന എന്നുള്ള പദത്തിന് ആ പകരമായിട്ട് അവിടെ അസ്ബഹ വന്നാലും വല്ല വന്നാലും ബാത്ത വന്നാലും ഒക്കെ ഒരേ നിയമമാണ്. അതിനുശേഷം വരുന്ന ഫസ്റ്റത്തെ വേർഡിന് ലൊമ്മും രണ്ടാമത്തെ വേർഡിന് തെൻവീൻ ഫത്ഹ പ്ലസ് അലിഫ്. തെൻവീൻ ഫത്ഹ വന്നാൽ പിന്നെ നമുക്ക് അവിടെ അറിയാം അവിടെ ആര് വരണം, അലിഫ് വരണം അല്ലെ. അപ്പോ കാനയുടെ ശേഷമുള്ള ഫസ്റ്റത്തെ വേർഡിന് ലൊമ്മും രണ്ടാമത്തെ വേർഡിന് തെൻവീൻ ഫത്ഹ പ്ലസ് അലിഫും നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ മാം ജസ്റ്റ് ഒരു വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കിയേ, ഇവിടെ കാന വരാത്തപ്പോ, കാന മുന്നിൽ വരാത്ത അവസ്ഥയിൽ നോക്കി അൽ വലതു സൊഗീറുൻ, അൽ വലതു സൊഗീറുൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ കാന മുന്നിൽ വന്നപ്പോ കാനയാവട്ടെ അല്ലെങ്കിൽ എന്താണ് സ്വാറയാവട്ടെ അതല്ലെങ്കിൽ അസ്ബഹയാവട്ടെ അതല്ലെങ്കിൽ ബാത്തയാവട്ടെ ആരാവട്ടെ അതിന്റെ മുന്നിൽ വന്നാൽ ആ വലതു എന്നുള്ളതിന് ലൊമ്മും രണ്ടാമത്തതിന് തെൻവീൻ ഫത്ഹ പ്ലസ് അലിഫുമാണ്. കണ്ടോ, കാനൽ വലതു സ്വഗീറൻ. കണ്ടോ, കാനൽ വലതു സ്വഗീറൻ. എന്തൊരു ഈസിയാ നോക്കിയേ, വളരെ സിമ്പിൾ ആണ്, വളരെ ഈസിയാണ്. അതൊരു മൈൻഡിൽ കൊടുക്കുക. ഇനി ബാത്തൽ വലതു സ്വഗീറൻ, അസ്ബഹൽ വലതു സ്വഗീറൻ. കണ്ടോ, ഒക്കെ ഒരേ നിയമമാണ്. എല്ലാം ഏതൊരു വേർഡ് വന്നാലും ഈ ലിസ്റ്റിൽ പെട്ട ഏത് വേർഡ് വന്നാലും നമ്മൾ ഈ ഒരു രീതിയിലാണ് അതിന്റെ റൂള് വരുന്നത്. ആ വേർഡിന് ശേഷം വരുന്ന ഫസ്റ്റ് വേർഡിന് ലൊമ്മും അതിനുശേഷം വരുന്ന വേർഡിന് തെൻവീൻ ഫത്ഹയാണ്. ഓക്കെ മാം, അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. ഇതിന് ശേഷം കാനയാവട്ടെ സ്വാറയാവട്ടെ അതേപോലെ അസ്ബഹയാവട്ടെ ഇതിന് ശേഷം വരുന്ന ഫസ്റ്റ് വേർഡിന് കാന സ്വാറ അസ്ബഹ. അപ്പൊ മാം ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചതാണ് അസ്ബഹ. ഈ വേർഡിന് ശേഷം വരുന്ന ഈ ഏത് വേർഡ് ആണെങ്കിലും ഈ വേർഡിന് ശേഷം വരുന്ന വേർഡിന് ഫസ്റ്റിലുള്ള വേർഡിന് ലൊമ്മും രണ്ടാമത്തെ വേർഡിന് തെൻവീൻ ഫത്ഹ പ്ലസ് അലിഫും നമ്മൾ കൊടുക്കണം. ഓക്കെ, തെൻവീൻ ഫത്ഹ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയില്ലേ, രണ്ട് ഫത്ഹ അല്ലെ. തെൻവീൻ ഫത്ഹ പ്ലസ് അലിഫും നമ്മൾ കൊടുക്കണം. സോ എല്ലാവരും അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് ഇത് നന്നായി പഠിച്ചു പോവാതെ. ഇവിടെ എക്സാമ്പിൾ നിറയെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വാറ കാന അസ്ബഹ. ഇവിടെ നോക്കിയേ, സ്വാറൽ മത്തറു, സ്വാറൽ മത്തറു മഴയായി. റായിഉൻ, റായിഉൻ എന്നാണോ? അല്ല, റായിഅൻ എന്നാണ് വരിക കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് പറയാ, അസ്ബഹൽ ഖിത്താറു, ഖിത്താർ എന്തായി റായിഅൻ എന്നാണ് കേട്ടോ ഇവിടെ വരിക, റായിഅൻ. പിന്നെ അസ്ബഹൽ ഖിത്താറു, ഖിത്താറു എന്തായി, യെസ് തീവണ്ടി ട്രെയിൻ എന്തായി, സരീഅൻ സ്പീഡിലാണ് അല്ലെ. അസ്ബഹൽ ഖിത്താറു സരീഅൻ. പിന്നെ എന്താണ് വരിക, യെസ് ഇവിടെ നോക്കിയേ, കാനൽ കലമു ജദീദൻ. കണ്ടോ, ഫസ്റ്റത്തേന് ലൊമ്മ് പിന്നത്തേന് തെൻവീൻ ഫത്ഹ പ്ലസ് അലിഫ്. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും ഇത് ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യുക. ഈ എക്സാമിന് ഉറപ്പായിട്ടും 100% ഷുവർ ആയിട്ടും വരുന്ന ഒരു ഗ്രാമർ പോർഷൻ ആണിത്. കാനയും കാനയുടെ സഹോദരന്മാരും അവരാരൊക്കെ വന്നാലും ഏത് സഹോദരൻ വന്നാലും ഫസ്റ്റത്തെ ലെറ്ററിന് കാനയോ അവരുടെ സഹോദരന്മാരോ വന്നതിന് ശേഷമുള്ള ഫസ്റ്റത്തെ വേർഡിന്റെ ലാസ്റ്റ് ലെറ്ററിന് ലൊമ്മും രണ്ടാമത്തെ വേർഡിന്റെ ലാസ്റ്റ് ലെറ്ററിന് തെൻവീൻ ഫത്ഹയാണ് കൊടുക്കുക. സോ ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൂടെ നമ്മൾ കടന്നു പോകും ലൈവിന്റെ അന്ന്. സോ എല്ലാവരും ബുധനാഴ്ച 20th 7th PM നമ്മുടെ ലൈവ് 7th PM ലൈവ് ഉണ്ട്. സോ എല്ലാവരും കാണുക, എല്ലാവരും നോട്ടുകൾ എഴുതിയെടുക്കുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് കാണാം 7th 7th PM. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.